കാലചക്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക. അപ്പം ഇതിന് അഗ്നിയുമായിട്ട് ബന്ധമുള്ളതാണ്. അതൊരു എലമെന്റ് ഫയറാണ്. പിന്നെ കാർത്തികയുടെ ഒന്നാം പാദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേടത്തിലാണ് നിൽക്കുന്നത്, ഒന്നാം പാദം. ബാക്കി ഇടവത്തിൽ. ആദ്യത്തെ ഒരു ഭാഗം മാത്രം മേടത്തിലാണ്. പിന്നെ ഇതിൻ്റെ കത്തി, കത്രിക, കോടാലി എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ചിഹ്നം. ചിലയിടത്ത് പണ്ട് അത് കോടാലിയായിരുന്നു, കാരണം അത് ഇസ്രയേലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇസ്രയേലിൻ്റെ ഇതാണ് കോടാലി. അപ്പം കത്തി എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഷാർപ്നെസ്, അല്ലെന്നൊരു കത്രിക ഒരു ഷാർപ്നെസ്, അല്ലെന്നൊരു ഇവരുടെ ക്യാരക്ടർ ഇച്ചിരി ഷാർപ്പായിരിക്കും, അല്ലെന്നൊരു ചെറിയ ഒരു ചില ആൾക്കാരെ ഒരു വിഷമിപ്പിക്കുന്നത്, ഒരു തീക്ഷ്ണമായിട്ടുള്ള എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് രവി സൂര്യന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊരു രാജകീയത. ഒരു സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ പൊതുവെ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്. അല്ലെന്നൊരു വലിയ മാനേജേഴ്സ്, ഓണേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, അല്ലെന്നൊരു വലിയ ഡോക്ടറെ ആ ഒരു ലെവലിലൊക്കെ ഉള്ള അത് ഓരോന്നുണ്ട്. അതിൻ്റെ സബ് വേറെ രാശികളും വേറെ ഗ്രഹങ്ങളും ഒക്കെ നിൽക്കുന്നതനുസരിച്ചിരിക്കും. അപ്പം ഇവരപ്പം എന്താ ഈ രാജാവ് പ്രജകളെ ചേർത്ത് പിടിക്കുന്ന മാതിരി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹമാണ്. പക്ഷേ ഇവർക്കെന്താ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം, ഇവരുടെ പ്രജകളെ അതേമാതിരി എളുപ്പം ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവർ. പക്ഷേ വളരെ ഓണസ്റ്റിയാണ്, സത്യസന്ധരാണ്, ക്ലാരിറ്റി പല കാര്യങ്ങളും നല്ല ക്ലാരിറ്റി കാണും, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഇവരുടെ ചൊൽപ്പടിക്ക് ഇങ്ങനെ നിൽക്കുകയാണെന്നേരി ഇവർ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ വെളിയിൽ ഇവർ വലിയ പ്രശ്നങ്ങളോ ഒന്നും ദേഷ്യവും കാര്യമൊന്നും ഇല്ല, വളരെ പാവമായിരിക്കും. മീൻസ് പക്ഷെ എന്നിട്ട് വീട്ടിലുള്ളവരോട് ചിലപ്പോൾ ദേഷ്യം കൂടുതൽ കാണിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് പൊതുവെ കണ്ടുവരുന്നത്. അതേമാതിരി ഇവർക്ക് ദീർഘകാല സുഹൃത്തുക്കൾ കുറവായിരിക്കും. കാരണം ഒരാളോട് ഇപ്പോൾ അടുപ്പം കാണും, കുറച്ച് കഴിഞ്ഞിട്ട് അവരെയൊക്കെ വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് അകന്നു നിന്ന ആൾക്കാർ ചിലപ്പം പിന്നെ അവരുടെ ഫ്രണ്ട്സായിട്ട് വരുന്നതും പൊതുവെ കാണാറുണ്ട്. ഇവർ പ്രത്യേകിച്ച് ഇവരെ ആരെങ്കിലും ഉപദേശിക്കാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ പൊതുവെ എന്താ ഇച്ചിരി നല്ല വീട് വേണം, വാഹനം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. അത് പിന്നെ മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കും. എന്നാലും ഇവരെ പറ്റി പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉയർന്ന നിലയിലോട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ബാല്യകാലം ഇച്ചിരി മോശമാണ്. അത് ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അല്ലപ്പോൾ ഇപ്പം പിന്നെ അത് ഡബിൾ ആകും. ഒന്നാമത് നമ്മുടെ ഈ വീഡിയോ ചിലപ്പോൾ തന്നെ അത്യാവശ്യ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും. പിന്നെ ഈ പ്രായത്തിൽ ഇവർ ഈ ഒരു മിഡ് ആകുമ്പോഴത്തേനെ ഒരു ചെറിയ പ്രണയവും കാര്യങ്ങളും യൗവനത്തിലുള്ള അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പൊതുവെ കാണാറുണ്ട്. പിന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അതേമാതിരി ഇവർക്ക് പലർക്കും വാഹന യോഗം, വീട് യോഗം അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ടൂറിസം, നിയമവകുപ്പ്, വനസംരക്ഷണം, ഗവേഷണം, അല്ലെന്നൊരു ഫയർ ഫൈറ്റിംഗ്, ഫയറുമായിട്ട് റിലേറ്റഡുള്ള എനി ജോബ്. പിന്നെ അല്ലെന്നൊരു പോലീസ്, മിലിറ്ററി, പ്രതിരോധം, അല്ലെന്നൊരു സാങ്കേതിക അല്ല ഹോട്ടൽ ഫീൽഡിൽ ഇവർക്ക് നല്ല ഫുഡ് ഇൻഡസ്ട്രി, അല്ല ഡയറി ഫാം, അല്ല ഇൻറ്റീരിയർ ഡെക്കറേഷന്, പിന്നെ എന്തെങ്കിലും വ്യവസായം തൊഴിൽ തന്നെ അവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. വൈദ്യുതി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അല്ല ഡെക്കറേഷന്, ബ്യൂട്ടി പ്രൊഡക്റ്റുമായിട്ടുള്ളത്, അല്ലെന്നൊരു അക്കൗണ്ട്സ്, പിന്നെ കുക്കിങ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ഇവർക്ക് പൊതുവെ മാച്ചാകുന്ന നല്ല തൊഴിലായിരിക്കും. കാരണം ഇവരുടെ രാശിയുടെയും അവരുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ ജോബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേമാതിരി ഇവർക്ക് ഇവർ പരിചയമില്ലാത്ത മേഖലയിൽ പോയിട്ട് ജോബ് ഇതെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പരിചയമില്ലാത്തതായിട്ടുള്ള ഫീൽഡിൽ പോയിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ പൊതുവെ ഇവർ ഒറ്റയ്ക്ക് ബിസിനസ് അല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് അങ്ങനെ കൊള്ളാത്ത ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇവർക്ക് പൊതുവെ ഒരു 38 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 54 വയസ്സ് വരെ വളരെ നല്ല കാലമായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം ഇവരുടെ രാശി മാറുന്നുണ്ട്. അപ്പോൾ രാശി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒടുവിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ ഓരോരോ പാദത്തെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ ഇവർ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് ഒന്നി ഇടയ്ക്ക് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞ് ജീവിക്കുക, കുറച്ചാൾ വരും, പിന്നെ സ്നേഹമായിട്ട് അടുക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ദേഷ്യം ജീവിതത്തിൽ നിന്ന് കുറയ്ക്കും. പ്രത്യേകിച്ച് അത് ചൊവ്വ നിൽക്കുന്നതുകൊണ്ടാണ്. ആ ദേഷ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാവുന്നതാണ്.
അതേമാതിരി ഇവർക്ക് ഒന്നീ ലേഡീസിന് ഇവർക്ക് ഹസ്ബൻഡിനെ കൊണ്ട് ചിലപ്പം കുഴപ്പമില്ലെന്ന് വരും, കുട്ടികളായാലും. കാരണം കുട്ടികൾ ഇവർക്ക് എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് ഇവരുടെ കർമ്മമാണ്. ഇവിടെ പാദം വെച്ച് നമുക്ക് ഏകദേശം പാദം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇതായത് P1 ഒന്നാം പാദം 27 ഡിഗ്രി മുതൽ 32 ഡിഗ്രി വരെയാണ്. പക്ഷേ അശ്വതി, ഭരണി, കാർത്തിക മൂന്നാമത്തെ നാളായിട്ട് വരും കാലചക്രത്തിൻ്റെ. അപ്പം ഇതിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, ധനുസാണ് ഇതിൻ്റെ D9. അപ്പം രണ്ടാം പാദം ഇനി നോക്കാം. അതേപോലെ ഇവരുടെ സ്വഭാവം പര്യവേഷണം അല്ല തേടൽ എന്നുള്ള ഒരു സ്വഭാവമാണ്. പിന്നെ 30 മുതൽ 33 ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ ശനിയാണ് ഭരണം, D9. മകരമാണ് ഇതിൻ്റെ ഇത് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ദ്രവ്യം, ഒരു ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉരുക്കിയെടുക്കുന്ന ഒരു ടൈപ്പുള്ള ദ്രവ്യം എന്നുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതാണ്. അപ്പോൾ അതേമാതിരി മൂന്നാം പാദം എന്ന് പറയുന്നത് ഭരണി അല്ല ഇതിൻ്റെ ശനിയാണ് ഭരണം. പിന്നെ D9 കുംഭത്തിലാണ് നവാംശം നിൽക്കുന്നത്. മാനവികത, അതായത് ഉയർന്ന ഒരു പരിശ്രമം അല്ലെങ്കിൽ ഉയർന്ന ഒരു ഇതാണ് മാനവികത. പിന്നെ പാദം 4 P4 37 മുതൽ 40 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഭരണം വ്യാഴമാണ്, D9 മീനം. സ്വഭാവം മാനിഫെസ്റ്റേഷൻ അല്ലെ ഒരു ക്രിയേറ്റിവിറ്റി. ഇതിന് ചിലപ്പോൾ കൂടുതൽ കലാകാരന്മാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ഓരോ പാദത്തിലും കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഓരോരുത്തരുടെ ക്യാരക്ടറും അല്ലെ നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് 60% ഒക്കെ ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് വരുള്ളൂ. കാരണം ഓരോരുത്തരുടെ ആൾക്കാരുടെ ടൈമിന് അല്ലെന്നൊരു ഇതിൻ്റെ വർഗ്ഗചക്രങ്ങളുണ്ട്. 2000 കൂടുതൽ വർഗ്ഗചക്രങ്ങളുണ്ട്. ഒരു 3 മിനിറ്റിലും ഇതിനകത്ത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും ആൾക്കാരുടെ സ്വഭാവം കാര്യങ്ങൾ. പിന്നെ എവിടെ ജനിച്ചു, എത്ര ഡിഗ്രി മാറി. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും എല്ലാം ഓരോ ഗ്രഹങ്ങളുടെ സാധനം ഇങ്ങനെ മാറി വരും. അതേമാതിരി ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞല്ല മുരുകൻ്റെ നാളാണെന്ന്. മുരുകൻ എന്ന് പറഞ്ഞാൽ കാർത്തിക അതായത് 2012 ആയപ്പോഴത്തേന് മുരുകയുഗം സ്റ്റാർട്ട് ചെയ്തു. അതായത് കാർത്തികൻ എന്ന് പറഞ്ഞാൽ മുരുകനാണ്. മുരുകന്റെ യുഗവുമായിട്ട് മുരുകയുഗം പറയുന്നത് മോഡേൺ ലൈഫ് എന്നാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മുരുകന്റെ ഇതല്ല. മുരുകന്റെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി അല്ലെ അറിവ് അല്ലെന്ന് വലിയ സ്പീഡ് അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട രാഹുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ കുറേ റേഡിയേഷൻ ഉണ്ട്. ഈ റേഡിയേഷനിൽ നോക്കിയിട്ട് ഇതിൻ്റെ പല സ്വഭാവങ്ങൾ കാര്യങ്ങൾ അല്ലാതെ അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപഗ്രഥിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് റേഡിയേഷൻ എന്ന അമ്പലം ഇതിൻ്റെ റേഡിയേഷനാണ്. ഞാവൽ, വെള്ളം, ശുദ്ധജലം, മുരിങ്ങ, അത്തി, ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. അതേമാതിരി സുദർശന ഹോമം ഇവർ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ താമര, ചെന്താമര, അത് പ്രത്യേകിച്ച് ഇതിൻ്റെ കളറും ഇവരുമായിട്ട് ബന്ധപ്പെട്ട കളറാണ് ചുമന്നത്, അല്ല വൈറ്റ് കളറ്. പിന്നെ ആട്, കാട്, അഗ്നി, പിന്നെ തിരുനെറ്റി, അടുപ്പ്, തീപ്പെട്ടി, ഗോതമ്പ്, ഉഷ്ണം. പിന്നെ ഈ ശിവകാശിയിലെ ഈ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലം. അതേമാതിരി നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രം ജില്ലയിലെ നന്ദിയോടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അതും ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ മാംസം, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, മാംസം, എരിവ്, പിന്നെ വട്ടവല, ഈ മീൻ പിടിക്കുന്ന വട്ടവല. പിന്നെ തുള്ളക്കാരുണ്ട് നമ്മുടെ ഈ പറയുന്ന കോലം കുട്ടുന്ന മുത്തപ്പന്മാർ, അത് ഈ റേഡിയേഷനാണ്. പിന്നെ ഇത് കിഴക്ക് ദിക്ക്, എരിവ്, ഗാംഭീര്യം. പിന്നെ ഇത് പകല്, സൂര്യന്. പിന്നെ ഉദ്യോഗക്കയറ്റം, ലക്ഷ്യം, അങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗക്കയറ്റം ഇവർക്ക് ചിലപ്പോൾ പ്രൊമോഷനൊക്കെ അതിന് കിട്ടാനുള്ള ഇതെല്ലാം പൊതുവെ റിലേറ്റഡാണ്. പിന്നെ കണ്ണുമായിട്ടുള്ള കണ്ണ്, പിന്നെ ഇതിൻ്റെ റേഡിയേഷനാണ്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ലക്ഷ്യങ്ങളൊക്കെ കാണുന്നതാണ്. അതേമാതിരി ഇവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഫലിക്കാറോ അല്ലെന്നൊരു ആ ഒരു രീതിയിലുള്ള ഒരു കാണാറുണ്ട്. അതേമാതിരി ഇപ്പോൾ ഇവർക്ക് മാരേജ് കഴിക്കുവാണെന്ന രീതിയിൽ ഒന്നീ നേരത്തെ കഴിക്കും, അല്ല ഒരു 27-28 വയസ്സ് ആ ഒരു കഴിഞ്ഞിട്ട് പൊതുവെ പെൺകുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. പിന്നെ ഇവരുടെ ഈ ദേഷ്യം ഇതും ഈ ഒരു റേഡിയേഷനാണ്. അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദേഷ്യം, പിടിവാശി, പിന്നെ പറ്റിക്കുക. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു റേഡിയേഷനിൽപ്പെട്ട ഒരു ഇതായിട്ടാണ്. പിന്നെ ആത്മീയമായിട്ട് ചിലർക്കുള്ള ഒരു ഇത് ചെറിയ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ബേക്കറി റേഡിയേഷനാണ്. എതിരാളികളെ ജയിക്കുക. പിന്നെ സെക്യൂരിറ്റി, പോലീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ജൂതന്മാർ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. ഇസ്രയേൽ കോലം പിന്നെ ഈ കോലം തുള്ളാൻ ഉപയോഗിക്കുന്നത്
പിന്നെ ഈ പുസ്തകം അതേപോലെ അറ്റ്ലസ് വേർഡ് അത് മുരുകനാണ് വേൾഡിൻ്റെ മാപ്പ് വരച്ചതെന്നുള്ള ഒരു ഇതുണ്ട്. കാരണം മുരുകനാണ് അറിവിൻ്റെ ഗ്രഹമാണ്, അറിവാണ്. മുരുകൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിവാണ് ലോകത്തിന് അറിയുന്നത്. മുരുക യുഗം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി, ഇന്നത്തെ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ AI വിപ്ലവം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇനിയും വരാൻ പോകുന്ന അല്ലെങ്കിൽ ന്യൂറോ ഇത് ഇലോൺ മസ്കിൻ്റെ ഇത് വരുന്നത് എല്ലാം വളരെ റിലേറ്റഡ് ആണ്. ആ ഒരു യുഗമാണ് ഇനി വരുന്നത്. ഇനിയിപ്പം ചിപ്പ് വെച്ച് ആൾക്കാരെ എന്ന് പറഞ്ഞാൽ മാറ്റി വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നതും ഇവിടുത്തെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും നല്ലൊരു പേഴ്സൻ്റെ ഒരു 10-15 വർഷത്തിനകത്തൊരു വീട്ടിൽ ജോലി ചെയ്തില്ലെങ്കിൽ ഇൻകം കിട്ടത്തക്ക രീതിയിലൊക്കെ ഉള്ളൊരു സിറ്റുവേഷനും പിന്നെ എല്ലാം ഒരുപാട് ചേഞ്ച് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾ അത് വേറെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ കാര്യത്തെ വരുമ്പോൾ അറിയാമല്ലോ ഓരോന്ന്. പിന്നെ ഇവരുടെ അമ്മ വീട്ട് നല്ല പാരമ്പര്യമുള്ള വീടുകളായിരിക്കും. അച്ഛനിൻ്റെ വീട്ടിൽ ചിലപ്പോൾ അത്രയും വലിയ ഇത് സ്വത്തുക്കൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കില്ല. പക്ഷെ എന്തെങ്കിലും അമ്മ വീട്ട് പാരമ്പര്യമായിട്ടുള്ളതോ ഇച്ചിരി വലിയ തറവാടൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട്. അതുപോലെ കൂടുതൽ കേസിൽ ഇവരുടെ ഈ അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നില് മാറി നിൽക്കുക, പിരിഞ്ഞിക്കുക, അല്ലെ ഇടയ്ക്ക് വന്ന് ഒരു ചെറിയൊരു പിണക്കം, സൗന്ദര്യപ്പിണക്കം വന്നിട്ട് പോയിട്ട് പിന്നെ ഇടയ്ക്ക് വരിക, അങ്ങനത്തെ ഉള്ള ഒരു രീതി കണ്ടുവരാറുണ്ട്. പിന്നെ പൊതുവെ ഇവർക്ക് പാരമ്പര്യ സ്വത്തിനോട് പലപ്പോഴും ഒന്നിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണും. അച്ഛൻ്റെ സ്വത്തുക്കൾക്കോ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് വഴക്കോ അല്ലെ അതേമാതിരി ഇവരെവിടെയെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിച്ചാലും പൊതുവെ അങ്ങനെ കണ്ടുവരാറുണ്ട്. ചെറിയ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഒക്കെ വരാറുണ്ട്. അതേമാതിരി ഇവരുടെ അടുത്ത് കൂടുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മിലിറ്ററി, പോലീസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വാടെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട്. പക്ഷേ ഭൂമിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കും, വണ്ടി വാങ്ങിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഇതിപ്പോൾ 8 വയസ്സ് കഴിയുമ്പോഴത്തേന് ഇവർക്ക് വളരെ നല്ലതാണ്. ഒരു മിഡ് പ്രായത്തിൽ ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു 23-24 ചിലപ്പോൾ ഇവർ പഠിച്ച ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചിലപ്പോൾ കറക്റ്റ് ജോലി കിട്ടത്തില്ല. പഠിച്ച സബ്ജക്റ്റുമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടൊക്കെ വരും ജോലിക്കിടെ എന്ന് പറഞ്ഞാൽ ആ പഠിച്ചതായിരിക്കുമല്ലോ ചെയ്യുന്നത്. പക്ഷേ അത് പയ്യെ ക്രമേണ മാറിയെടുത്ത് വരാറുണ്ട്. പിന്നെ ഇവർ ചിലപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ഈ പിടിവാശി കാര്യം പറഞ്ഞ് ചിലപ്പോൾ മുരുകൻ്റെ കാര്യമാണെങ്കിലും ശിവനോട് പറഞ്ഞു വന്നിട്ട് അവിടെ വന്നിരുന്നായിട്ടുള്ള ചരിത്രമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പിടിവാശിയും ഇറങ്ങിപ്പോക്കൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു ചെറിയ ഇത് വരാറുണ്ട്. അതേമാതിരി ഇവർ കുട്ടികളുടെ കർമ്മമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ ഇച്ചിരി നോക്കി നല്ല ഇതായിട്ട് വളർത്തുക. കാരണം കുട്ടികളുടെ കർമ്മ ഇച്ചിരി ഇതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ചില ആൾക്കാരെന്നുള്ള കാര്യസാധ്യത്തിന് എല്ലാവരും അല്ല, ചില ആൾക്കാരല്ല ഇത് നടക്കാത്ത കാര്യം, അല്ല ഇത് ഞാൻ ചെയ്തേക്കാം എന്നൊക്കെ ഉള്ള പറയുന്ന ഒരു സ്വഭാവം ഇങ്ങനെ പൊതുവെ കണ്ടുവരാറുണ്ട്. പിന്നെ ഇവർ ഈ മാരേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചിലപ്പം നേരത്തെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെന്ന് വരിയിൽ ചില ആൾക്കാർ അതേമാതിരി എന്താ പറയുന്ന ഒരു ടീനേജിൻ്റെ പ്രത്യേകിച്ച് പാദം 1-ലൊക്കെ ഉള്ള ആൾക്കാർ ഗേൾസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് സമയം കഴിയുമ്പോഴത്തേന് ഒന്നിൽ ഒരു ലവ് മാരേജോ അല്ല ആരുടെ ഒരു ഇത് ഇഷ്ടം തോന്നി അല്ലെ അവരുടെ കൂടെ പോകാനെടുക്കാനോ അല്ലെന്നിരി ഒരു കൂട്ടുകെട്ടിലൊക്കെ മാറിപ്പോകാനൊക്കെ ഉള്ള സാധ്യത പൊതുവെ കാണുന്നുണ്ട്. അത് ആണുങ്ങളായാലും ഈ ചെറിയ ലവ് അഫെയർസിനകത്തൊക്കെ പെടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അതിന് ഒടുവിൽ നമുക്കിത് കാര്യങ്ങൾ അത് ഏറ്റവും ഒടുവിലൊന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേന് മനസ്സിലാകും നമ്മുടെ അതിനകത്ത് നിങ്ങളുടെ രാശി ഓരോ ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ കല്യാണം കഴിക്കുന്നവരൊന്നിൽ ചിലപ്പോൾ ഇച്ചിരി പൈസ ഉള്ള ലേഡീസിൻ്റെ കാര്യം, പൈസ ഉള്ള ഫാമിൽ നിന്നുള്ള ചില ആൾക്കാർ വന്നു, പൈസ ഉള്ളവരാണെന്ന് അങ്ങനെ വന്നിട്ട് കല്യാണം കഴിക്കും. ചിലപ്പോൾ എന്താ പറയുന്നത് ഒരു ഇവരോടെന്താ ഇച്ചിരി ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരു സ്വഭാവമാണ്. അല്ല അവരുടേതായിട്ടുള്ള ഒരു വേണം ഒരു പ്രത്യേകിച്ച് ഒരു വൺ സൈഡ് വേറുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ളത് അങ്ങനെ കാണാറുണ്ട്. അതേമാതിരി ഇപ്പം കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ അച്ഛനൊക്കെ ചിലപ്പോൾ ഏറെ പൈസ കാണാറുണ്ട്. പക്ഷേ ഈ പൈസ എന്ന് പറഞ്ഞാൽ ഇത് ചില ഒരു വിചാരിക്കൊക്കെ വെച്ചിട്ട് നേരത്തെ പാർട്ടീഷനൊക്കെ വെച്ചേക്കാം, ഡിവിഷൻ ചെയ്ത് കൊടുത്തേക്കാം. അത് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നിൽ ഈ കുട്ടിയുടെ കാർത്തിക നക്ഷത്രത്തിൽ ഉള്ള കുട്ടിയുടെ അച്ഛനൊക്കെ ചിലപ്പോൾ എളുപ്പം വയ്യാതെ വരിക, അല്ല ഹാർട്ട് സംബന്ധമായിട്ടുള്ള പൊതുവെ ഡിസീസ് എന്തെങ്കിലും വരുന്നതായിട്ട് അങ്ങനെ കണ്ടുവരാറുണ്ട്. പിന്നെ ഇവരുടെ കുട്ടികൾ പൊതുവെ ഇച്ചിരി വികൃതി കാണുമെന്നുള്ള പറഞ്ഞല്ലോ, അതുപോലെ ഇവർ ഈ എന്താ ഇവരുടെ മാമന്മാരുമായിട്ട് അല്ലെ റിലേറ്റീവ്സുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇവർക്ക് പ്രശ്നങ്ങളോ അല്ലെ വഴക്ക് കാര്യങ്ങളോ ഉണ്ടാകാനും ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രം എന്നാണ് രോഹിണി,
ചോതി, മൂലം, അനിഴം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി ഇതൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രമാണ്. അതേമാതിരി അതായത് ഒന്നുകൂടെ പറയാം, രോഹിണി, ചോതി, മൂലം, അനിഴം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി ഇതൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രം. അതേമാതിരി തിന്മ ചെയ്യുന്ന നക്ഷത്രം മകയിരം, പുണർദം, ആയില്യം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, അവിട്ടം, ഉരുട്ടാതി, രേവതി ഇതൊക്കെ തിന്മ ചെയ്യുന്ന നക്ഷത്രമാണ്. അതേമാതിരി ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കിണർ കുഴിക്കാൻ, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കിണർ കുഴിക്കാൻ, മരം നടാൻ, അല്ലെന്നേരിൽ സെപ്റ്റി ടാങ്ക് ഇങ്ങനെയുള്ള കുഴിക്കാനെടുക്കാനോ, അല്ലെ ഇത് ബന്ധപ്പെട്ടത്, അല്ലെ ഇവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അത് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ചെറിയ കോംപ്ലിക്കേഷൻ അവരവർക്ക് വാങ്ങിക്കാനാണെന്ന രീതിയിൽ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പലയിടത്തും പറഞ്ഞ് കേസ് കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ നിൽക്കുന്നതുകൊണ്ട്, അത് വേറെ കുറേ കാര്യങ്ങളുണ്ട്, ചൊവ്വ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞത്. പിന്നെ അതേമാതിരി ഇവർ ഈ കാർത്തിക നക്ഷത്രക്കാരിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കാർത്തിക ജനിക്കുന്നത് സൂര്യദശയിലാണ്. ഇവരുടെ ദശാകാലങ്ങൾ പറയാം. അപ്പോൾ ഈ സൂര്യദശ ജനിച്ചു കഴിഞ്ഞാൽ 6 വർഷമാണിത് കണക്കാക്കുന്നത് സൂര്യദശ. പക്ഷെ എന്ന് വരില്ല, അപ്പോൾ എല്ലാവരിലും അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ എന്നില്ല. അതിൻ്റെ ആ ഒരു അന്നത്തെ ആ സൂര്യൻ നിൽക്കുന്നതും അതിൻ്റെ ആ ടൈമും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അപ്പം നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ പകുതി 3 വർഷമായിട്ട് കണക്കാക്കാം. അപ്പോൾ 3 വർഷം സൂര്യദശ എന്നുള്ള രീതിയിൽ കണക്കാക്കാം. പിന്നെ ചന്ദ്രദശയാണ്. അപ്പോൾ ഈ സൂര്യദശ നിൽക്കുന്ന ചിലപ്പോൾ അത്ര നല്ല സമയമല്ല, വീട്ടിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചന്ദ്രൻ വരുമ്പോഴത്തേന് ചന്ദ്രദശ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. ഈ സമയത്ത് ഇവർക്ക് പൊതുവെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വരാറുണ്ട്. പിന്നെ 13 വയസ്സ് മുതൽ 20 വരെ ചൊവ്വാദശയാണ്. ഈ ചൊവ്വാദശയുടെ സമയത്താണ് ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മുറിവ്, ചതവ്, ദേഷ്യം, ചെറിയ ഒടിവ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും, പിന്നെ ഒരു 18 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോഴത്തെ ഒരു അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട്, അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ലവ് അഫേഴ്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാണാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് രാഹുർദശയാണ് 18 വർഷം. ഈ 18 വർഷം അതിൻ്റെ ആ ഒരു ഇതായിട്ടുള്ള ചെറിയ പ്രണയം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ ഇവർ ജോലി എന്ന് പറയാൻ ഈ പഠിച്ച ജോലി ആയിരിക്കില്ല അതിൽ പാതി കിട്ടുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ രാഹുർദശയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 38 വയസ്സ് കഴിഞ്ഞാൽ അത് പിന്നെ കുറഞ്ഞു വരുമ്പോൾ 38 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല കാലമാണ്. 54 വയസ്സ് വരെ 38 എന്ന് പറഞ്ഞാൽ 16 വർഷമുണ്ട്. 16 വർഷം വ്യാഴദശയാണ്. വ്യാഴദശ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊതുവെ വീട്, വണ്ടി, സ്ഥലം വാങ്ങിക്കാനും വീടും അതിനൊക്കെ ഉള്ള യോഗമുണ്ട്. 54 കഴിഞ്ഞ് പിന്നെ 19 വർഷം ശനിദശയാണ്. അതായത് 73 വയസ്സ് വരെ. അത് അത്ര നല്ല സമയമല്ല. ശനിയിൽ ചിലപ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ ബന്ധുപുത്രാദികളുടെ വേർപാട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. പിന്നെ അത് ഒരു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധദശയാണ് 17 വർഷം. അപ്പോൾ ഇതിവിടെ സുഖ സന്തോഷങ്ങൾ മിക്സായിട്ട് പോകും. അതായത് ഇടകലർന്ന ഒരു സന്തോഷവും സൗഭാഗ്യവും അങ്ങനത്തെ ഒരു രീതിയിലാണ് പൊതുവേ പോകുന്നത്. ഇതാണ് കാർത്തിക നക്ഷത്രക്കാരെ പറ്റി പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്നാണ്, നിങ്ങളൊരു 60% ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. കാരണം ഓരോ ആൾക്കാരുടെ സ്റ്റാർ, അതായത് നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ വർഗചക്രത്തിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിനകത്ത് 2000 വർഗചക്രങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ ഓരോ പാദങ്ങൾ, ഈ പാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാൾ നമ്മളെടുത്തു, ഇപ്പോൾ ഒരു കാലചക്രം, ഒരു കള്ളി, അല്ലെങ്കിൽ ഏരീസ് എന്ന് പറയുന്ന ഒരു കള്ളി, സപ്പോസ് ആ ഏരീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4, 4, 8, 4 അശ്വതിക്ക് 4 പോവും, ഭരണിക്ക് 4 പോവും. അടുത്ത കാർത്തികയുടെ ഒരു പാദം ഇതിലും വരുന്നു. അടുത്തത് ഇടവമാസത്തിലോട്ടാകുന്നത്, അല്ല അതെ മേടവിടവെന്നാണ്. ഇടവമാസത്തിലോട്ട് അടുത്ത 3 പാദം നിൽക്കുന്നത്. അപ്പോൾ ഒരു പാദം മാത്രം മേടത്തിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതേമാതിരി ഓരോ ടൈമിൽ നമ്മൾ ജനിക്കുന്ന ഉടനെ സൂര്യനല്ല ചന്ദ്രന്, രണ്ടും. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്, മനസ്സ്, നമ്മുടെ ചെയ്തികൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണ്. അപ്പം ഇതുകൊണ്ട് ഈ നമ്മളെ ഇതൊരു ഡിഷാൻഡിൻ്റെ മാതിരിയാണ്. നമ്മൾ ഇപ്പം സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രവർത്തിച്ചിട്ട് നമ്മളെ നിൽക്കുന്ന ഇപ്പം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിലോട്ട് ഒരു റേഡിയേഷൻ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കും. ആ റേഡിയേഷൻ നമ്മളെ നിൽക്കുന്ന ആ ഏരിയയിൽ നമ്മൾ എത്ര ആംഗിൾ, എത്ര ഡിഗ്രി അക്ഷാംശം രേഖാംശം മാറി നിൽക്കുന്ന അതിനനുസരിച്ച് നമ്മളിൽ സ്വാധീനിക്കും, ഓരോ വ്യക്തികളിൽ സ്വാധീനിക്കും ഓരോ ഗ്രഹങ്ങളും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവ രൂപീകരണം, പിന്നെ നമ്മുടെ
ഈ വളർത്തിരുന്ന ചുറ്റുപാട്, നമ്മുടെ ഫ്രണ്ട്സ്, ബാക്കി ഉള്ളതുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്, നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുമെല്ലാം ഇരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പോൾ അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസ്ട്രോളജി, ന്യൂമറോളജി, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചപക്ഷി ശാസ്ത്രം, അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി, പിന്നെ ലാൽ കിതാബ്, KP അസ്ട്രോളജി, അല്ലെങ്കിൽ ബൃഹനാടി, നക്ഷത്രനാടി, അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി ഇതുമാതിരി എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനോ എടുക്കാനോ അപ്പോയിൻമെൻറ്റ് അങ്ങനെ വേണ്ടുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല, അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.